എന്താ ചോദിച്ചേ? വെയിറ്റ് ചെയ്യണോ? അല്ല അതിനും ചോദിച്ചേ. അല്ല ഇവിടെ ഉണ്ടാകണ്ടോ? ടൗണിൽ അത് ഉണ്ടാകണ്ടോ? ഞാൻ നൈറ്റോ? എന്തിനാ? ല്ലേ എന്താ പ്രശ്നം? രാത്രി ടൗണിൽ ഉണ്ടാകാറുണ്ടോ? ചോദിച്ചാൽ മനസ്സിലായില്ല. ഇല്ല. കോഴിക്കോട് ഊബർ ടാക്സികൾ പോലെയുള്ള പ്രൈവറ്റ് ടാക്സികളുണ്ട്. 2019 മുതൽ ഞാൻ ഒലേ ഊബർ ടാക്സി അങ്ങനെ കുറേ വണ്ടികളൊക്കെ യൂസ് ചെയ്യുന്നത്, പ്രൈവറ്റ് വണ്ടികളൊക്കെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. സാധാരണ 99% ആൾക്കാർ സംസാരിക്കാറില്ല നമ്മളോട്. കാരണം നമ്മളോട് OTP പറഞ്ഞു കൊടുത്തിട്ട് നമ്മളെ പേഴ്സണലി നമ്മളെ ചിലപ്പം ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അറിയാൻ പോലും അവർ സംസാരിക്കാറില്ല. കൂടുതൽ ആൾക്കാർ ഞാൻ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷമായിരിക്കും അവർ നമ്മളോട് സംസാരിക്കുക. ഇൻഫ്ലുവൻസർ അല്ലേ, യൂട്യൂബർ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം തൊണ്ടയിൽ നിന്ന് ഞാൻ സിവിലിലേക്ക് ഊബർ കണക്ട് ചെയ്യും. കയറിപ്പത്തിട്ട് പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. ഇന്ന ആളിനെ അറിയോ, ട്രാൻസ് കമ്മ്യൂണിറ്റിപ്പെട്ട ഇന്ന ആളിനെ അറിയോ, ഓരോ വ്യക്തികളുടെ പേര് പറയുന്നുണ്ട്. പക്ഷേ ആ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല. ആ വ്യക്തി അറിയോ, ഈ വ്യക്തി അറിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അറിയില്ല എന്ന് ആദ്യം പറഞ്ഞു. എനിക്ക് പേഴ്സണലി അറിയുന്ന വ്യക്തികളാണെങ്കിൽ പോലും ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു വെച്ച് ഞാൻ എൻ്റെ കാര്യം നോക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കുകയാണ്, അവരൊക്കെ നൈറ്റ് ടൗണിൽ പോകാറുണ്ട്, നിങ്ങളും ആ ടൗണിൽ പോകാറുണ്ടോ? എനിക്ക് മനസ്സിലായി പുള്ളിയുടെ പോക്ക് അത്ര ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അപ്പോഴത്തേന് ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് ഫോൺ എടുത്ത് ഞാൻ എൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അതിനുശേഷം പുള്ളിയോട് ഞാൻ സംസാരിച്ച് കുറച്ച് ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ പുള്ളിക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പുള്ളി വേറെ വിഷയത്തേക്ക് മാറി. അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ബീപ്പ് സൗണ്ട് പുള്ളി കേട്ടു. അപ്പോഴത്തേന് പുള്ളി വിഷയങ്ങൾ മാറ്റി, രാത്രി പ്രോഗ്രാമിന് പോകുകയാണോ എന്നൊക്കെ രീതിയിൽ പുള്ളിയുടെ സംസാരം മാറ്റി. ഇപ്പോൾ നിങ്ങളെ ഞാൻ ഊബർ ബുക്ക് ചെയ്തു, നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ഊബർ ടാക്സി ബുക്ക് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ബുക്ക് ചെയ്ത സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് അനാവശ്യമായിട്ട് സംസാരിക്കുന്നത്. ഊബർ ടാക്സി ബുക്ക് ചെയ്ത് ഏതെങ്കിലും കമ്മ്യൂണിറ്റിപ്പെട്ട ട്രാൻസ് കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരെ നിങ്ങൾ ഊബർ ടാക്സി ബുക്ക് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളോട് ചെലവഴിക്കാനും നിങ്ങളോട് സംസാരിക്കാനും ആൾക്കാരുണ്ടാവും. പക്ഷേ ആ കൂട്ടത്തിലൊന്നും എന്നെ ഉൾപ്പെടുത്തരുത് ഞാൻ ഒരു വ്യക്തിപരമായിട്ട് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ ഓരോ സോറിയൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ട് സംസാരിക്കേണ്ടത് ആവശ്യമില്ല. നിങ്ങൾ ഊബർ ബുക്ക് ചെയ്ത കസ്റ്റമറെ നിങ്ങൾ അവിടെ കൊണ്ടുവിടാണ് നിങ്ങളുടെ ലക്ഷ്യം. എനിക്ക് തോന്നുന്നു ഓൺലൈൻ ടാക്സി അതുപോലെ ഓൺലൈൻ ഫുഡ് ഡെലിവറിക്കാർക്കൊന്നും PC പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും കാണില്ല എന്ന് തോന്നുന്നു. കാരണം ഇവരെ അത് നിർബന്ധമാക്കണം. കാരണം ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമുക്കറിയില്ല. ഏതെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണോ എന്നൊന്നും അറിയില്ല. കാരണം ഫുഡ് ഡെലിവറി ആണെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് ഇവർ കൊണ്ടുവന്നതാണ്. ഓൺലൈൻ ടാക്സി ആണെന്നെങ്കിൽ പോലും നമ്മൾ ഇവരൊക്കെ ഒന്നും അറിയാണ്ടാണ് നമ്മൾ ഈ വണ്ടിയിൽ കയറുന്നത്. അപ്പം ആ PC നിർബന്ധമാക്കണമെന്ന് എനിക്ക് തോന്നില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഇല്ലെങ്കിൽ അത് നിർബന്ധമാക്കണം.